താങ്കൾ ഒരു കപടഭക്തനാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കാനിടയില്ല. കാരണം നാം നമ്മെപ്പറ്റി മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ഭക്തരാണ് എന്നുള്ള നിലയിൽ തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രാർത്ഥിപ്പാൻ പോയ രണ്ടുപേരെ സംബന്ധിച്ച് കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഒരുവൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. കർത്താവ് പറയുകയാണ്, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുകയും ചെയ്യും. ഇതിൽ ഭക്തരുടെ സ്വഭാവം എന്താണ്? തന്നെത്താൻ താഴ്ത്തുവാൻ ആർക്കാണ് സാധിക്കുക? അങ്ങനെ തന്നെത്താൻ താഴ്ത്തുന്നവരുടെ എണ്ണം വളരെയധികം ചുരുക്കമാണ് എന്ന് നാം സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. നാം മറ്റുള്ളവരുടെ മുൻപാകെ നമ്മെ ഉയർത്തുകയല്ലേ സാധാരണയായി ചെയ്യാറുള്ളത്. നാം ഏറ്റവും എളിമപ്പെടേണ്ടതിന് പകരമായി നാം മറ്റുള്ളവരുടെ മുൻപാകെ നമ്മെ തന്നെ ഉയർത്തി കാണിക്കുന്ന സ്വഭാവമുള്ളവരാണ്. ഒരു പക്ഷേ നാം നല്ല ഭക്തരാണെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ അസഹിഷ്ണുതയും നമ്മുടെ കോപവും ദേഷ്യവും നമ്മുടെ നിർബന്ധ ബുദ്ധിയും ഒക്കെ നാം അറിയാതെ എവിടെയെങ്കിലും ഒക്കെ പ്രകടമാവുന്നില്ലേ? 12-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ ദാവീദ് ഈ ഒരു സ്ഥിതിവിശേഷം പ്രവചനദൃഷ്ട്യാ കണ്ടുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യഹോവേ, രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നോക്കുക, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നൊരു സാഹചര്യം പരമദയനീയമത്രേ. ആരാണ് ഭക്തൻ? ആരാണ് ഭക്തമതി? ഞാൻ എന്നെപ്പറ്റി തന്നെ വിചാരിക്കുന്നത് ഞാൻ നല്ല ഭക്തനാണ് എന്നാണ്. നാം ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് എന്ന് കരുതേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദാവീദ് രാജാവ് ഈ ഒരു സ്ഥിതിവിശേഷത്തെ വളരെ കൃത്യമായി കണ്ടുകൊണ്ട് ഒരു സൂക്ഷ്മാവലോകനം നടത്തിക്കൊണ്ട് തന്നെയാണ് താൻ പറയുന്നത്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്നുള്ളത്. നാം ഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തമതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നമ്മുടെയൊക്കെ നോട്ടത്തിൽ ഏറ്റവും നന്നായി എപ്പോഴും പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ജീവിതത്തിലെ മിക്ക സമയങ്ങളിലും ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ നാം ഭക്തരെന്ന് വിശേഷിപ്പിക്കുന്നു. ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന മാന്യ സ്നേഹിതരിൽ പലരും ഈ നിലയിലുള്ളവരായിരിക്കാം. ആത്മീയ കാര്യങ്ങളിൽ തന്നെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരായിരിക്കാം. എപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഭക്തനാകുമോ? അതിന് യാക്കോബ് അപ്പോസ്തലൻ നമുക്ക് കൃത്യമായ ഒരു നിർവചനം നൽകുന്നുണ്ട്. എന്താണ് ഭക്തി? എങ്ങനെയുള്ളവരാണ് ഭക്തർ? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 26 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്: നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ഇവിടെ ഭക്തി എന്താണെന്നും അതിൻ്റെ മാനദണ്ഡം എന്താണെന്നും വളരെ കൃത്യമായി അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ വിവരിച്ചിരിക്കുന്ന ഈ മാനദണ്ഡങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം നാം ഭക്തരാണ് എന്ന് നമ്മെപ്പറ്റി വിചാരിക്കുവാൻ നമുക്ക് കഴിയും. അല്ല എങ്കിൽ നാം അഭക്തർ എന്നുള്ളതായ പേരിന് യോഗ്യരാണ് എന്ന് കരുതേണ്ടതായി വരും. നാം എല്ലാ സമയത്തും പാടുകയും പ്രാർത്ഥിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവയിൽ ഒന്നാമത്, നാവിന് കടിഞ്ഞാണിടുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മുടെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെന്ന് നിരൂപിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയണം. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കണം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം ജീവിക്കുവാൻ നമുക്കിടയായിത്തീരണം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം യഥാർത്ഥ ഭക്തരായിത്തീരുന്നത്. അല്ലാത്ത പക്ഷം ഭക്തരെന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. നാം എപ്പോഴും തിരക്കുള്ളവരാണ്. ജീവിതത്തിൻ്റെ ഓരോരോ തിരക്കുകളുടെ മുഖത്ത് നാം ആയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ കാരണത്താൽ നാം എപ്പോഴും തിരക്കുള്ളവരാണ്.
എന്നാൽ ഈ തിരക്കിൻ്റെ മധ്യത്തിൽ എപ്പോഴൊക്കെയോ നാം ഭക്തരല്ലാതെ ആയിത്തീരുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട്, ആവശ്യങ്ങൾ കൊണ്ടൊക്കെ നാം ഭക്തരല്ലാതെ ആയിത്തീരുന്നു. നമ്മുടെ നാവിന് കടിഞ്ഞാണിടുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അനാഥരെയോ വിധവമാരെയോ അവരുടെ പ്രയാസങ്ങളിൽ ചെന്ന് കാണുവാനും നമ്മുടെ കരങ്ങൾ നീട്ടുവാനും അവരെ സഹായിക്കുവാനും പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ നിരാലംബരായി കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ഒന്ന് കാണുവാൻ, അവരുടെ അടുക്കൽ അല്പസമയം ചിലവഴിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നാം തിരക്കേറിയവരാണ്. നാം ഭക്തരെന്ന് നാം വിചാരിക്കുന്നു. നാം ഭക്തി പൂണ്ട് നാം ആത്മീയ കാര്യങ്ങളിൽ ധാരാളം ഇടപെടുന്ന സമയത്ത് തന്നെ ഭക്തരെന്നുള്ളതായ മാനദണ്ഡം പാലിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം നമ്മെ തന്നെ പലപ്പോഴും വളരെ വലിയ ഭക്തരായി കാണുകയാണ്. ഈ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദാവീദ് വിളിച്ചു പറയുകയാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഒരു പടി കൂടെ കടന്നു പറയുകയാണെങ്കിൽ ഇങ്ങനെ നാം സമ്മതിക്കേണ്ടതായി വരും, യഹോവയെ രക്ഷിക്കണമേ. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുണ്ട്, പക്ഷേ വിശ്വാസികളിൽ യഥാർത്ഥ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. 25-ാം സങ്കീർത്തനത്തിലാണ് ദാവീദ് വാസ്തവത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത്. ആരാണ് ഭക്തർ? 25-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഇവിടെ ദാവീദ് രാജാവ് പറയുന്നത് വാസ്തവത്തിലുള്ള ഭക്തൻ ആരാണ്? യഹോവയായ ദൈവം വഴി കാണിച്ചു കൊടുക്കുന്ന വ്യക്തി. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം എനിക്ക് കാണിച്ചു തരുന്നു. അങ്ങനെയുള്ളതായ വ്യക്തിയാണ് യഥാർത്ഥ ഭക്തൻ എന്ന് ദൈവവചനം പറയുകയാണ്. പലപ്പോഴും നമ്മുടെ വഴികളെ നാം തിരഞ്ഞെടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ളതായ കാര്യങ്ങൾ നാം തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ജോലി, നമ്മുടെ ആത്മീയ കാര്യങ്ങൾ, നാം താമസിക്കേണ്ടുന്ന ഇടം, നമ്മുടെ ജീവിത പങ്കാളി, അങ്ങനെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നാം തനിയെ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് നൽകുന്ന, കാണിച്ചു നൽകുന്നത് സ്വീകരിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥമായൊരു വസ്തുതയാണ്. അതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഭക്തിയെ ഉറപ്പിക്കുന്നതായ മാനദണ്ഡങ്ങൾ. ചുരുക്കത്തിൽ നാം തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ആർക്കാണോ അവരാണ് വാസ്തവത്തിൽ യഥാർത്ഥ ഭക്തരായി തീരുന്നത്. അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ നാവിന് കടിഞ്ഞാണിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നു. അവർ ഹൃദയത്തെ വഞ്ചിക്കാതെ, ഭക്തരെന്ന് സ്വയം വിളിക്കാതെ, മറ്റുള്ളവർ അവരെ ഭക്തരെന്ന് വിളിക്കുന്നു, ദൈവം അവരെ ഭക്തരെന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ അനാഥരെയും വിധവമാരെയും അതുപോലെ നിരാലംബരായിട്ടുള്ള മറ്റുള്ളവരെയും അവരുടെ പരിതാപാവസ്ഥയിൽ ചെന്ന് കാണുകയും സഹായിക്കുകയും അവരോട് സഹതപിക്കുകയും അവരെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറുന്നു. അതേപോലെ തന്നെ ലോകത്താലുള്ള കളങ്കം പറ്റാതെ സ്വയം സൂക്ഷിക്കുന്നു. ഇങ്ങനെയുള്ളതായ ഗുണവിശേഷങ്ങളുള്ള ദൈവമക്കളാണ് വാസ്തവത്തിൽ യഥാർത്ഥ ഭക്തർ എന്ന് ദൈവവചനം വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നാം തീരുമാനിക്കുക, ഞാൻ യഥാർത്ഥ ഭക്തനാണോ അതോ ഞാൻ അഭക്തനാണോ അഭക്തയാണോ? നാം ഇന്ന് കേട്ടതായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെപ്പറ്റി ശോധന ചെയ്യുവാനും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ പലപ്പോഴും ഞങ്ങൾ ഭക്തരെന്ന് സ്വയം വിചാരിക്കുന്നു. പരീശൻ പ്രാർത്ഥിച്ചതുപോലെ പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്തരെന്ന് പലപ്പോഴും വിചാരിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളുള്ള അശരണരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പരിതാപകരമായ അവസ്ഥയിൽ അവരെ സഹായിക്കുവാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അവരെ ചെന്ന് കാണുവാൻ പോലും ഞങ്ങൾക്ക് സമയമില്ലാതെ തിരക്കുള്ളവരായി തീർന്നിരിക്കുന്നു. ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. കർത്താവെ, ഇന്ന് രാവിലെ ഞങ്ങളെപ്പറ്റി സ്വയം ശോധന ചെയ്തുകൊണ്ട് അവിടുത്തെ വചനത്തിന് അനുസരണമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ദൈവമക്കളായി, യഥാർത്ഥ ഭക്തരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ കർത്താവേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഭക്തരിൻ വിശ്വാസ ജീവി
विश्वास